സാർ ഇപ്പോൾ ഒരാള് ജർമ്മനി എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷൻ ഒരു നേഴ്സ് ചൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. അപ്പൊ അവരുടെ മുമ്പിലുള്ള ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ജർമ്മൻ ഭാഷ പഠിക്കുക എന്നുള്ളതാണ്. പല ആളുകളും പറയുന്നത് ഭാഷ പഠിക്കാൻ ഡിഫിക്കൽട്ട് ആണെന്നുള്ളതാണ്. ഇപ്പം ഓൾറെഡി നഴ്സസ് എഴുതുന്ന മറ്റ് എക്സാമുകളുണ്ട്. ഇപ്പൊ IELTS ഉണ്ട്, PT ഉണ്ട്, OET ഉണ്ട്. അപ്പൊ സാർ ഇതൊന്ന് കമ്പയർ ചെയ്യാമോ? ലാംഗ്വേജ് പഠിക്കുന്നത് ഈസി ആണോ ഡിഫിക്കൽട്ട് ആണോ എന്നുള്ള കാര്യം നമുക്കൊന്നൊരു നമ്പേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞുതരാൻ പറ്റുമോ സാറിന്? അതായത് നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലേക്ക് പോകണമെങ്കിൽ നമ്മള് അതിന്റെ ഭാഷ ഇംഗ്ലീഷ് ആയതുകൊണ്ട് അതിന്റെ ടെസ്റ്റുകളെ ഒന്നെങ്കിൽ IELTS, OET, PT ഇത് പാസ്സാവാനായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ആലോചിക്കുമ്പം ഇത് എല്ലാ ഭാഷകൾക്കും 4 മൊഡ്യൂളുകളാണ് ടെസ്റ്റിനുണ്ടാവുന്നത്. അപ്പം ഈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 4 മൊഡ്യൂളുകൾ ഒന്നിച്ച് പാസ്സാവണം. സെപ്പറേറ്റ്ലി എഴുതാൻ പറ്റില്ല. സെപ്പറേറ്റ് ചെയ്താൽ പറ്റില്ല. അപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഒരു മൊഡ്യൂൾ നമ്മൾ തോറ്റുപോയാൽ വീണ്ടും 4 മൊഡ്യൂൾ എഴുതണം. ഈ കമ്പൈൻ ചെയ്യാനുള്ള പ്രൊവിഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ അത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് വിത്തിൻ 6 മന്ത്സിനുള്ളിൽ കമ്പയർ ചെയ്യണം, അല്ലെ 1 ഇയറിനുള്ളിൽ കമ്പയർ ചെയ്യണം, അങ്ങനെ കമ്പൈൻ ചെയ്യണം. അങ്ങനെ കമ്പൈൻ ചെയ്യണേ തന്നെ മിനിമം മാർക്ക് ഇത്രയും കുറയാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രൊവിഷൻ വെച്ചിട്ട് സാധാരണഗതിയിൽ നമുക്ക് 4 രണ്ടാമത് എഴുതേണ്ട ഒരു പൊസിഷനിലേക്കാണ് വരുന്നത്. ഇപ്പൊ നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഡിഫിക്കൽട്ടീസ് എന്താന്ന് ചോദിച്ചാല് അവർ ഈ നേഴ്സിംഗ് ജോലിയുടെ ഇടയിൽ കൂടി പഠിക്കും, അവർ പരീക്ഷ എഴുതും, ചിലപ്പോൾ 2 മൊഡ്യൂൾ ക്രാക്ക് ചെയ്യും, 2 എണ്ണം തോറ്റുപോകും. അപ്പം എഗെയിൻ രണ്ടാമത് എഴുതുമ്പോൾ ആദ്യം തൊട്ട് 4 മൊഡ്യൂൾ എഴുതണം, വീണ്ടും എഴുതണം. അപ്പൊ അവരെന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഈ തോറ്റ മൊഡ്യൂളിൽ കുറെ കൂടി ഫോക്കസ് കൊടുത്തിട്ട് ജയിച്ച മൊഡ്യൂൾ അത്ര ഫോക്കസ് കൊടുക്കുന്നില്ല. അപ്പൊ രണ്ടാമത്തെ പരീക്ഷയിൽ തോറ്റത് ജയിക്കും, ജയിച്ചത് പിന്നെ തോക്കും. അങ്ങനെ അതുകൊണ്ട് അവർക്ക് പലപ്പോഴും ഈ എന്താ പറയാ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ജർമ്മൻ ലാംഗ്വേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓരോരോ മൊഡ്യൂളുകളായിട്ട് പാസ്സാവാനുള്ള ഓപ്പർച്യൂണിറ്റി. കമ്പൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ 4 മൊഡ്യൂളുകൾ നമുക്കറിയാലോ. മൊഡ്യൂളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. ഇപ്പൊ ഒരാൾ ഒരു നേഴ്സ് പോയി പരീക്ഷ എഴുതി 2 മൊഡ്യൂൾ പാസ്സായി. അതായത് അവര് റീഡിങ്ങും റൈറ്റിംഗും പാസ്സായി, ലിസണിങ്ങും സ്പീക്കിങ്ങും തോറ്റുപോയി എന്ന് വിചാരിക്കാം. രണ്ടാമത് അവര് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഈ തോറ്റ 2 എണ്ണം മാത്രമേ അവർ എഴുതേണ്ടതുള്ളൂ, മറ്റേ മൊഡ്യൂളുകൾ എഴുതേണ്ട ആവശ്യമില്ല. ഇപ്പൊ രണ്ടാമത്തെ പരീക്ഷയിൽ പോയി എഴുതിയപ്പോ 2 മൊഡ്യൂൾ 1 പാസ്സായി, 1 തോറ്റുപോയി. മൂന്നാമത്തെ പരീക്ഷയിൽ ആ തോറ്റ ഒരു മൊഡ്യൂൾ മാത്രം എഴുതിയാൽ മതി. അപ്പൊ എത്ര ആവശ്യം പരീക്ഷ എഴുതിയിട്ടാണെങ്കിലും 4 മൊഡ്യൂൾ ഇൻഡിവിജ്വൽ ആയിട്ട് പാസ്സായാലും ഓൾ ടുഗദർ ഒരു ജർമ്മൻ ലാംഗ്വേജ് പാസ്സായതായിട്ട് കണക്കാക്കും. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് ടെസ്റ്റുകൾക്ക് നമുക്ക് ഉയർന്ന ഗ്രേഡ് ആവശ്യമുണ്ട്. എലിജിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ BA അല്ലെങ്കിൽ അത്ര ഉയർന്ന മാർക്കുകൾ കിട്ടിയാലേ നമുക്ക് അതിനു വേണ്ടി പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. ജർമ്മൻ ലാംഗ്വേജ് നമ്മൾ ജസ്റ്റ് പാസ്സായാൽ മതി, 160 കിട്ടിയാൽ മതി. 160 കിട്ടി പാസ്സായാലും നമ്മൾ എലിജിബിൾ ആയി. രണ്ടാമത് നമ്മൾ ഇംഗ്ലീഷ് പരീക്ഷകൾക്ക് ഒരു വാലിഡിറ്റി പീരീഡ് ഉണ്ട്, 2 ഇയേഴ്സ് പറയുന്നത്. ജർമ്മൻ ലാംഗ്വേജിന് ഇപ്പൊ നമുക്ക് ലൈഫ് ലോങ് വാലിഡിറ്റി ഉണ്ട്. വൺസ് നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പാസ്സായി നിങ്ങൾക്ക് ലൈഫ് ലോങ് ആയിട്ട് ആ ലാംഗ്വേജിന്റെ വാലിഡിറ്റി ഉണ്ട്. അതായത് ഇവൻ കുറച്ച് ഡിലേ വന്നാലൊക്കെ പ്രോസസ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതല്ല 2 മൊഡ്യൂൾ നമ്മളിപ്പോ പാസ്സായി, അടുത്ത 2 മൊഡ്യൂൾ പാസ്സാവും കുറച്ച് ഡിലേ ആയാലും നമുക്ക് പ്രശ്നമില്ല. ഇത് നമുക്ക് കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ഒറ്റ ഇതായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം ഇംഗ്ലീഷ് പരീക്ഷകളെക്കാളും നമുക്ക് എളുപ്പത്തിൽ പഠിച്ച് പാസ്സാവാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ട്. എന്നാലും ആളുകൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത്, സാർ ഇംഗ്ലീഷ് നമ്മൾ സ്കൂളിൽ 4ാം ക്ലാസ് തൊട്ട് 5ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്, ജർമ്മൻ കമ്പാരിറ്റീവ്ലി പുതിയൊരു ഭാഷയാണ്. അപ്പൊ അങ്ങനെ ഒരു സംശയം വരാനുള്ള ചാൻസസ് ഇല്ലേ ഒരാൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത്? തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മള് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ജസ്റ്റ് നോളജ് പോരാ, അതിലൊരു നല്ല ഒരു എക്സ്പേർട്ട് ലെവലിലുള്ള നോളജ് ഉണ്ടെങ്കിൽ ഒരു നേഴ്സിനെ ഈ രാജ്യങ്ങളിലേക്ക് എടുക്കുകയുള്ളൂ. ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജിന് നമുക്ക് 6 ലെവലുകളുണ്ട്. A1, A2, B1, B2, C1, C2. അപ്പം അതില് B2 ലെവലാണ് ഒരു നേഴ്സ് ജർമ്മനി പോകാൻ വേണ്ടി ക്രാക്ക് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത്. B2 ലെവൽ എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ലെവലാണ്. അതൊരു ഇൻഡിപെൻഡന്റ് യൂസറിന്റെ ഒരു ലെവൽ മാത്രമാണ് B2 എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ലെവലിലേക്ക് നമ്മൾ പോകണമെങ്കിൽ C1, C2 ഒക്കെയാണ്. അപ്പോ B2 ജർമ്മൻ ലാംഗ്വേജ് പാസ്സാകുക എന്ന് പറയുന്നത് നമുക്കൊരു വലിയൊരു ഗഹനമായിട്ടുള്ള മേഖലയിലുള്ള പഠനം ആവശ്യമില്ല അതിന്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ആ ലെവലിലേക്ക് ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് 8 മാസത്തെ പഠനം കൊണ്ട് നമുക്കത് സാധ്യമാവും. അതായത് ലാംഗ്വേജ് ഒന്നും അറിയാത്ത ഒരാള് 8 മാസം ഫോക്കസ്ഡ് ആയിട്ട് ഇത് പഠിക്കുകയാണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് B2 ലെവലിൽ ക്രാക്ക് ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. പക്ഷെ പലപ്പോഴും ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം ഈ ഓൺലൈനായിട്ട് പഠിക്കുക, ഫോക്കസ് മാറിപ്പോവുക,
പഠനത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക, ജോലിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, സൈഡായിട്ട് പഠിക്കാൻ നോക്കുക. ഇതുകൊണ്ടൊക്കെയാണ് ആളുകൾക്ക് പലപ്പോഴും പഠിക്കാൻ പറ്റാത്തത്. ഒരാള് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ച 8 മാസം കൊണ്ട് B2 ലെവൽ എന്ന് പറയുന്ന ഒരു ലെവൽ അവർക്ക് വളരെ ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. കൂടാതെ ഞാൻ പറഞ്ഞല്ലോ, പാസ്സായാൽ മതി, ജസ്റ്റ് ഓരോരോ മൊഡ്യൂളുകളായിട്ട് പാസ്സാകാനുള്ള ഓപ്പർച്യൂണിറ്റി. ഇപ്പം നമ്മുടെ അടുത്ത് പഠിക്കുന്ന ഒട്ടനവധി നേഴ്സുമാർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ജർമ്മൻ ലാംഗ്വേജ് B2 4 മൊഡ്യൂൾ നമ്മുടെ അടുത്ത് പാസ്സാകും എഡ്യൂഫ്ലെയറിൽ. അപ്പം ഇംഗ്ലീഷ് പഠിക്കുന്നതിനേക്കാളും എളുപ്പമാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ വിദേശത്ത് പോകാനുള്ള ആ ലെവലുകൾ ക്രാക്ക് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് അതിന്റെ ലെവലുകൾ. എക്സാംസിന്റെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറേം കൂടെ ഈസിയാണ് ജർമ്മന്റെ കേസിൽ. രണ്ടാമത്തെ കാര്യം സാർ, മെയിൻലി എനിക്ക് തോന്നുന്നു മേജർലി എല്ലാവരുടെയും മിസ്റ്റേക്ക് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് എല്ലാവരും ഒരു എക്സാം ഫോക്കസ്ഡ് ആയിട്ടാണ്. കാര്യം നമ്മൾ ഈ 12 വർഷം സ്കൂളിൽ പഠിച്ചതും 3-4 വർഷമൊക്കെ നഴ്സിംഗ് പഠിച്ചതും 3 വർഷം നഴ്സിംഗ് പഠിച്ചതും 4 വർഷം പഠിച്ചതൊക്കെ ഒരൊറ്റ എയിമാണ് മാർക്ക് മേടിക്കുക. അതായത് നോളജ് ഉണ്ടാക്കാന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ പുറത്താണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പം ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്ന ഈ ഒരു കാര്യം കൊണ്ട് പലർക്കും ലാംഗ്വേജിന്റെ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കൺസേൺ സാറിന് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്? ആളുകളുടെ ഒരു അപ്രോച്ചിൽ ഒരു ചേഞ്ച് വരുത്തേണ്ടതുണ്ടെന്ന് സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ നമ്മള് പിന്നെ മലയാളികളെയും ഇപ്പൊ നോർത്ത് ഇന്ത്യയിലെ ആളുകളെയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്യും. എന്താന്ന് വെച്ചാൽ മലയാളികൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ ഡെപ്തിൽ അറിയാം, പക്ഷെ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് കുറവാണ്. കമ്മ്യൂണിക്കേഷൻ അതായത് ഇപ്പൊ ഒരു മലയാളിയും ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരാളുകൂടി ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഈ നോർത്ത് ഇന്ത്യക്കാരനായിരിക്കും പെർഫോം ചെയ്യുന്നത്. പക്ഷെ അവന് ഡെപ്തിലുള്ള നോളജ് ഒന്നും ഉണ്ടാകത്തില്ല. നാളെ ജോലിയിലോട്ട് വരുമ്പോൾ മലയാളി ആയിരിക്കും വളരെ സ്കിൽഫുൾ ആയിട്ട് ആ ജോലി ചെയ്യാൻ കേപ്പബിൾ ആകുന്നത്. പക്ഷെ നമ്മുടെ എപ്പോഴും ഉള്ളൊരു പ്രശ്നം, നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ കുറവാണ്, അല്ലെങ്കിൽ കോൺഫിഡന്റോടുകൂടി വേറെ ആളുടെ മുന്നിൽ നമ്മളെ അവതരിപ്പിക്കാനുള്ള കഴിവ് നമുക്ക് ഭയങ്കര കുറവാണ്. ഈ കുറവുണ്ടാവാനുള്ള കാരണം നമ്മുടെ പഠനത്തിന്റെ മെത്തേഡാണ്. നമ്മളൊരു നോളജ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഇംഗ്ലീഷിൽ ലിറ്ററേച്ചർ PG കഴിഞ്ഞ ഒരാൾക്ക് പോലും ഇംഗ്ലീഷിലെ പ്രൊഫഷൻസിയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ കഴിയുന്നില്ല. പോസിബിൾ അല്ല. വേണേ ഒരു ബുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ് എഴുതാനായിട്ടുള്ള കേപ്പബിലിറ്റി അവർക്ക് ഉണ്ടാവുമായിരിക്കും. അതിന് പകരം നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഡേ 1 മുതൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അതായത് നമ്മൾ ജസ്റ്റ് പഠിച്ചു പാസ്സായി സർട്ടിഫിക്കറ്റ് നേടാനല്ല ശ്രമിക്കേണ്ടത്. ഈ ലാംഗ്വേജ് നമ്മള് പ്രൊഫഷൻസിയോടുകൂടി കോൺഫിഡന്റോടുകൂടി മറ്റുള്ള ഒരാളുടെ മുന്നിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് എടുക്കാനുള്ള ലാംഗ്വേജ് പഠനമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് സംസാരത്തിൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് വളരെ വേഗത ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനോ ജർമ്മൻ ലാംഗ്വേജ് B2 പാസ് ആവാനോ വേണ്ടി പഠിക്കരുത്. ജർമ്മൻ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഓട്ടോമാറ്റിക്കലി എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം വേറൊരു കാര്യം, ഞാൻ ജർമ്മൻ നഴ്സിംഗ് പ്ലേസ്മെന്റിനെ കുറിച്ച് കേട്ടത് എന്താ വെച്ചാൽ റിക്രൂട്ട്മെന്റ് ഒക്കെ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്, കുറെ എമൗണ്ടുകളൊക്കെ റീഫണ്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഇത് ടെക്നിക്കലി എഫക്റ്റീവ്ലി നോക്കുമ്പോൾ വേറെ ചെലവുകളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഇത് ശരിക്കും യാഥാർത്ഥ്യമാണോ? ഒരു നഴ്സ് ഇവിടുന്ന് ലാംഗ്വേജ് പഠിക്കാൻ മുടക്കുന്ന എമൗണ്ട്, കൺസൾട്ടൻസിക്ക് കൊടുക്കുന്ന എമൗണ്ട് ഒക്കെ ടെക്നിക്കലി അവർക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ എത്ര എമൗണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്? അതിനെ കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇപ്പം ഒരു നേഴ്സിനെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ മുടക്കേണ്ടിയ പൈസ ലാംഗ്വേജ് പഠനത്തിനുള്ള പൈസയാണ്. അവർക്കുള്ള പ്രോസസ്സിങ്ങിന്റെ പണം, അവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, അവരുടെ വിസയുടെ ചാർജ്, ഇൻഷുറൻസ്, ഇതെല്ലാം അവർക്ക് ജർമ്മനിയിൽ എത്തുന്ന എംപ്ലോയർ അവർക്ക് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പം ജർമ്മൻ ലാംഗ്വേജിന്റെ പണം കൂടി റീഇംബേഴ്സ്മെന്റ് ആയിട്ട് കൊടുക്കുന്ന ഒരുപാട് എംപ്ലോയേഴ്സ് ഉണ്ട്. അതായത് ഒരു നേഴ്സ് ജർമ്മൻ ലാംഗ്വേജ് ക്രാക്ക് ചെയ്ത് ജർമ്മനി പോകാൻ എലിജിബിൾ ആയി കഴിഞ്ഞാൽ അവരുടെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചതിനുള്ള പൈസ, അവരുടെ പോകാനുള്ള പ്രോസസ്സിങ്ങിന്റെ പണം, അവരുടെ വിസ, ഇൻഷുറൻസ് എല്ലാം അവർക്ക് ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഇന്ന് ജർമ്മനിയിലുണ്ട്. കൂടാതെ ചില എംപ്ലോയീസ് അവിടെ ചെല്ലുമ്പോൾ ലാപ്ടോപ്പ് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന നേഴ്സസിന് കൊടുക്കുന്നവരുണ്ട്, പോക്കറ്റ് മണി സ്റ്റാർട്ടിംഗ് ആയിട്ട് കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ജർമ്മനിയിൽ അക്യൂട്ട് ഷോർട്ടേജ് ഉണ്ട് നേഴ്സസിന്റെ. അപ്പൊ ഏത് വിധത്തിലും നേഴ്സുമാരെ അവിടെ എത്തിക്കിട്ടുക എന്നുള്ളൊരു താല്പര്യത്തിന്റെ ഭാഗമായിട്ട് അവർ അതിനുവേണ്ടി പണം സ്പെൻഡ് ചെയ്യാനായിട്ട് റെഡിയാണ്. ഇതൊന്നും നമ്മുടെ പോക്കറ്റിൽ നല്ല കൊടുക്കുന്ന, ഇവരവിടെ പോകുന്ന ആ എംപ്ലോയർ ആണ് ഇതെല്ലാം അവർക്ക് സെർവ് ചെയ്യുന്നത്. അപ്പൊ ടെക്നിക്കലി എഫക്റ്റീവ്ലി ഒരു പൈസ പോലും മുടക്കാതെ ഇവർക്ക് പോകാൻ പറ്റും. അതായത് ലാംഗ്വേജ് അടക്കം പഠിക്കുന്ന എമൗണ്ട് ഒക്കെ റീഫണ്ട് അവർക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് സാർ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അതുകൂടാതെ അവിടെ ചെല്ലുന്ന നേഴ്സുമാർക്ക് ഫർദർ ലാംഗ്വേജ് പഠിക്കാനുള്ള അസിസ്റ്റൻസ് ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. അവർക്ക് അവിടെ സ്കില്ലുള്ള ലാംഗ്വേജ് ഉള്ള ആളുകൾ ആവശ്യമുള്ളതുകൊണ്ട്. സാർ, രണ്ടാമത്തെ നഴ്സസിന്റെ മേജർ ഒരു കൺസേൺ ആയിട്ട് വരിക അവരുടെ സ്പൗസിനെ കൊണ്ടുവന്ന കാര്യങ്ങളെ കുറിച്ചാണ്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി. ഇപ്പൊ പല ആളുകളും മാരീഡ് ഒക്കെ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ
അത് എത്രത്തോളം പോസിബിൾ ആണ് ജർമ്മനിയുടെ കാര്യത്തിൽ? ജർമ്മനിയിൽ നമുക്ക് ഫാമിലി റീയൂണിയൻ വിസയുണ്ട്. ആ. അത് നമുക്ക് ഫൗസോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒക്കെ കൊണ്ടുപോകാനായിട്ടുള്ള വിസയാണത്. അതായത് നമ്മളെ അവിടെ ചെന്നിട്ട് നമ്മൾ ഏത് ജോലിക്കാണ് നമ്മൾ പോയിട്ടുള്ളത് അതിൽ നമ്മളൊരു ഇപ്പൊ നേഴ്സിംഗ് ആണെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് നമ്മുടെ ആളുകളെ നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് ശരിക്കുള്ള വഴി. അല്ലാതെ തന്നെ നമ്മുടെ സ്പൗസിന് വേണമെങ്കിൽ ഒരു സ്റ്റുഡന്റ് ആയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി പറ്റും. പല വിധത്തിലും നമുക്ക് അവിടെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് പോയി ജോലി കിട്ടി നമ്മൾ ആ ജോലിയിൽ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരാളായി മാറിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഫാമിലിയെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. മറ്റ് രാജ്യങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ സ്പൗസിനെ അല്ലെങ്കിൽ ഫാമിലിനെ കൊണ്ടുപോകാന്ന് പറയുന്നത് ജർമ്മനിയിൽ എങ്ങനെയാണ്? ഇതൊരു ഈസി പ്രോസസ് ആണോ ഡിഫിക്കൽട്ട് പ്രോസസ്? ജർമ്മനിയിൽ വളരെ ഈസി പ്രോസസ് ആണ്. അതായത് ജർമ്മനിയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലൈസൻസിങ്ങിന് ഒരു എക്സാം എഴുതേണ്ടതുണ്ട്. നമ്മൾ ആദ്യം അസിസ്റ്റന്റ് നേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. നമ്മൾ കണ്ടിന്യൂസ് പ്രൂഫിംഗ് എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. ആ എക്സാം പാസ്സായി കഴിയുമ്പോഴാണ് നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സായി മാറുന്നത്. ആ എക്സാം എന്ന് പറയുന്നത് തികച്ചും ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം ആണ്. മനസ്സിലായി. നമ്മൾ 6 മാസം അവിടെ ജോലി ചെയ്യുമ്പോഴത്തേന് ആ എക്സാം പാസ്സാവാനുള്ള എല്ലാ എലിജിബിലിറ്റിയും ഒരു നേഴ്സ് ആർജിച്ചിട്ടുണ്ടാവും. ആ എക്സാം പാസ്സായാൽ ഉടനെ നമുക്ക് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവാനുള്ള ലൈസൻസിങ് കിട്ടും. അന്ന് തൊട്ട് നമ്മളൊരു രജിസ്റ്റേർഡ് നേഴ്സാണ്. അപ്പം അപ്പൊ തൊട്ട് നമുക്ക് ഏറ്റവും ഉയർന്ന സാലറി, വർക്ക് ചെയ്യാം, ഫാമിലിയെ കൊണ്ടുപോകാം, എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ജർമ്മനിയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായ ഇമ്മീഡിയറ്റ്ലി നമുക്ക് PR കിട്ടും. അതിന് നമുക്ക് ഒരുപാട് ഡ്യൂറേഷന്റെ ഒന്നും ആവശ്യമില്ല. PR കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും ഓട്ടോമാറ്റിക്കലി. അതായത് ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കും. ഒരു നേഴ്സ് തീരുമാനിക്കേണ്ട ഒറ്റ ഒരു വിഷയമുള്ളൂ, ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളൊരു വിഷയം. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മൻ ലാംഗ്വേജ് B2 ക്രാക്ക് ചെയ്യുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ജർമ്മനിയിൽ പോയി സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. EduFlair, education driven by passion.